സോ ഇതാണ് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റിലെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ എന്തായിരുന്നു, പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന എഫ്ലുവൻറ്റിനെ ബയോളജിക്കലായിട്ട് ട്രീറ്റ് ചെയ്യണം. അതാണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അഥവാ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ എന്തായിരുന്നു, ആ എഫ്ലുവൻറ്റിനെ വലിയ എയറേഷൻ ടാങ്കിലേക്ക് കടത്തിവിടുന്നു, ലാർജ് എയറേഷൻ ടാങ്കിലേക്ക് കടത്തിവിടുന്നു. അവിടെ എപ്പോഴും എയർ പമ്പ് ചെയ്ത് കൊടുക്കുന്നു. മെക്കാനിക്കൽ എജിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് അവിടെ എയ്റോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്നു. ഇതാ താഴെ നമുക്ക് കാണാം ലാർജ് എയറേഷൻ ടാങ്ക്. അവിടെ എപ്പോഴും മൈക്രോ ഓർഗാനിസംസ്, എയ്റോബിക് മൈക്രോ ഓർഗാനിസംസ് വളരാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ കൂടി എന്തായിട്ട് ഫംഗസ് ഫിലമെൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് ഫ്ലോക്സുകളായിട്ട് മാറുന്നു. എന്നിട്ട് ഈ ഫ്ലോക്സുകൾ അവിടെയുള്ള ഓർഗാനിക് മാറ്ററിനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എന്നിട്ട് BODനെ കുറയ്ക്കുന്നു. ഇതാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ കിടന്നത്. എന്നിട്ട് കിട്ടുന്ന ആ എഫ്ലുവൻറ്റിനെ BOD കുറഞ്ഞു കഴിഞ്ഞാൽ എഫ്ലുവൻറ്റിനെ വേസ്റ്റ് വാട്ടറിനെ സെറ്റിലിംഗ് ടാങ്കിലേക്ക് മാറ്റുന്നു. സെറ്റിലിംഗ് ടാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്താണോ സെറ്റിലാണ് ബാക്ടീരിയ ഫ്ലോക്സുകളൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്ത് അത് ആക്ടിവേറ്റഡ് സ്ലഡ്ജായി മാറുന്നു. ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൻ്റെ ഒരു ഭാഗം നമ്മുടെ എയറേഷൻ ടാങ്കിലേക്ക് തന്നെ വീണ്ടും കടത്തിവിടുന്നു ഒരു ഇനോക്കുലമായിട്ട്. ബാക്കി ആക്ടിവേറ്റഡ് സ്ലഡ്ജ് മുഴുവൻ എനൈറോബിക് സ്ലഡ് ഡൈജസ്റ്ററിലൂടെ അവിടെ ആ ബാക്ടീരിയയും ഫംഗസുമുള്ള ബാക്ടീരിയ ഫ്ലോക്സുകളെ ഡൈജസ്റ്റ് ചെയ്ത് മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെയുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് ബയോഗ്യാസ് ആയിട്ട് വന്നു. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് ശേഷം കിട്ടുന്ന ആ സീവേജ് അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന റിമൈനിങ് എഫ്ലുവൻറ്റ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ബോഡീസിലേക്ക് ശരിക്ക് കടത്തിവിടാം, റിലീസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് കാണാം നാച്ചുറലായിട്ട് വാട്ടർ ബോഡിക്ക് റിലീസ് ചെയ്യാൻ തയ്യാറായിട്ട് ആ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വരുന്ന ആ വാട്ടർ.